സാർ നമസ്കാരം. നമസ്കാരം സർ. സാർ, നമ്മുടെ ട്രിവാൻഡ്രം മേയർ വി രാജേഷ് അതെ, കരുതിക്കുട്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ എങ്ങും BJPയുടെ നിയന്ത്രണത്തിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനെ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ശബരിനാഥ് ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ജി കാർത്തികേയൻ്റെ മകൻ ഇങ്ങനൊരു അധപതനം വന്നതിൽ അദ്ദേഹത്തിനെ വ്യക്തിപരമായ അറിയുന്ന ഒരാളെന്നുള്ളതിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ ഇത് സംഭവിക്കാൻ അത് അദ്ദേഹം കളരിക്ക് പുറത്തായി കഴിഞ്ഞു. ആശാൻ്റെ നെഞ്ചത്തായിരുന്നു, അവിടുന്ന് കളരിക്ക് പുറത്തായി. പിന്നെ CPM-ന് ആരും ഇല്ല. കണ്ടുണ്ടായിരുന്ന കുഞ്ഞുബാബ ഇപ്പോൾ ഇവിടെ ആർക്കും ഒരു പിടിയില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ BJP ഘട്ടം ഘട്ടമായിട്ട് പിടിമുറുക്കുകയാണ്. രാജേഷിൻ്റെ പ്രവർത്തനത്തെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്, കോർപ്പറേഷനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാറേ, വി രാജേഷ് വളരെ ദീർഘവീക്ഷണത്തോടെ നീങ്ങുന്നുവെന്ന് പറഞ്ഞാൽ മതിയാവില്ല എന്നാണ് എനിക്ക്. ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങിയപ്പം പത്രക്കാർ അദ്ദേഹത്തിനെ പൊതിഞ്ഞു. അവർ ചോദിച്ചത് 5 വർഷം ഈ നഗരസഭ BJPയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. വി രാജേഷ് ഒരു മറുപടി പറഞ്ഞു സാറേ. ആ മറുപടി എന്തെന്നറിയാമോ? 2047 ആണ് നരേന്ദ്രമോദി ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2047 തിരുവനന്തപുരം വികസിത തിരുവനന്തപുരമാക്കി മാറ്റുന്ന ലക്ഷ്യമാണ് BJPക്ക് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 2047 ആ ലക്ഷ്യം നേടി ജനങ്ങളുടെ കൈയടി വാങ്ങിക്കുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഈ നഗരസഭ ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ്. നഗരസഭയാകുമ്പം തുടർച്ചയായിട്ട് മേയറായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വരില്ല. കാരണം അടുത്തത് വനിതയായിരിക്കാം. അപ്പം വി രാജേഷ് തന്നെ ആകണമെന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് BJP 2047 വികസിത തിരുവനന്തപുരമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പം ഞങ്ങളെ പൂട്ടാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിന് കുടിവെള്ളം പറയുന്നുണ്ട്, അതിന് മാലിന്യം പറയുന്നുണ്ട്, അതിന് ഡ്രെയിനേജ് പറയുന്നുണ്ട്. പക്ഷേ 40 വർഷം ഭരിച്ചവർ 40 ദിവസം തികയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവരോട് ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. നരേന്ദ്രമോദിക്ക് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പോലെ BJPക്ക് വികസിത തിരുവനന്തപുരം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ഒന്നാമത്തേതാണ് ഈ നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു വികസിത നഗരമാക്കി മാറ്റുക. അതിന് നരേന്ദ്രമോദിയും കൂടെ അദ്ദേഹത്തിനെ സഹായിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ. ഒരു യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി തയ്യാറാണ്. 5 ടൗൺഷിപ്പുകളാണ് ഇന്ത്യക്ക് മൊത്തം കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്തായിരിക്കുമെന്നാണ്. ആ ടൗൺഷിപ്പ് വരുന്നതോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല തൊഴിൽ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് എല്ലാം ഉള്ള സൗകര്യം വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് സെൻ്ററായിട്ട്, ഷിപ്പിംഗ് ഹബ്ബായിട്ട് തിരുവനന്തപുരത്തെ മാറ്റാനായിട്ട് വിഴിഞ്ഞം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെയും മാറ്റങ്ങൾ ഇപ്പോൾ വരാനായിട്ട് വളരെയധികം മാറാൻ പോവുകയാണ്. MSC ഇപ്പം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ടാറ്റ ഉൾപ്പെടെ പലരും ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി പൂവാർ കപ്പൽ നിർമ്മാണശാല എന്നൊരു പരിപാടിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അന്തർദേശീയ റൂട്ടിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇവിടെ വന്ന് അടുക്കാനും അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. സംസ്ഥാന സർക്കാരും കൂടെ സഹകരിക്കുമെങ്കിൽ. ഇതിനു പുറമെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നഗരത്തിനെ ഒരു പ്ലാൻഡ് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള പരിപാടികൾ. അതിനകത്താണ് ഈ മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ഡ്രെയിനേജ് ഇവയെല്ലാം അത്യന്താധുനിക മോഡലിലാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിന്, അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ പ്രത്യേകമായിട്ട് തുടങ്ങിക്കൊണ്ട് ഇപ്പം മാർക്കറ്റിലൊക്കെ പല മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി കഴിഞ്ഞു. ഇനി ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ തന്നെ അദ്ദേഹം പലതായിട്ട് തിരിച്ച്, സെക്ടറുകൾ തിരിച്ച് പലയിടത്താക്കി ജനങ്ങൾക്ക് ശല്യമില്ലാത്ത വിധത്തിൽ, എന്നാൽ ആ വ്യാപാരികൾക്ക്, ചെറുകിട വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒക്കെ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന്, നാളെ മെട്രോ വന്നാൽ ഉള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം സംസ്ഥാനം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വികസിത ലക്ഷ്യം തന്നെയാണ് വി രാജേഷ്
തിരുവനന്തപുരം നഗരത്തിന് മുൻപാകെ വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് 2047 കുറഞ്ഞ ഒരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞ് പത്രക്കാർക്ക് പിന്നൊന്നും ചോദിക്കാനില്ല സർ. ഉത്തരം മുട്ടിയ പോലായി. പക്ഷേ ഇവിടുത്തെ ഒരു പത്രവും അത് രാജേഷ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇട്ടില്ല. അതെനിക്ക് അതിശയമായിപ്പോയി. രാജേഷ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതായിട്ട് ആരും പറഞ്ഞില്ല. അവർക്കിത് ഒളിച്ചു വയ്ക്കാനായിരിക്കും താല്പര്യം. പക്ഷേ രാജേഷ് ഈ ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്. സാറേ, ട്രിവാൻഡ്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ കോഴിക്കോടിനും കൊച്ചിക്കും ഇല്ലാത്ത പ്രാധാന്യം തിരുവനന്തപുരത്തിനുണ്ട്. കോഴിക്കോടിൻ്റെ പ്രാധാന്യം തുടങ്ങുന്ന വാസ്കോഡഗാമ കപ്പലിൽ ഇറങ്ങിയപ്പോഴാണ്. അതിനപ്പുറം വലിയ പാരമ്പര്യമൊന്നും, സാമുദ്രയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് എന്നതിനപ്പുറം ഒരു പാരമ്പര്യം അവിടെ തൊട്ടാണ് കോഴിക്കോട് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. കൊച്ചിയാണെങ്കിൽ കൊച്ചി തുറമുഖം വന്ന ശേഷം ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഒരു ആർട്ടിഫിഷ്യൽ തുറമുഖമാണല്ലോ അത് വികസിപ്പിച്ചെടുത്തത്. അവിടെ തൊട്ടാണ് കൊച്ചി തുടങ്ങുന്നത്. ട്രിവാൻഡ്രം അങ്ങനെയല്ല. BC തൊട്ട് ഒരു ചരിത്രം തിരുവനന്തപുരത്തിന് പറയാനുണ്ട്. എഴിമല രാജാക്കന്മാരുടെ ഒരു ചരിത്രം തൊട്ട് വിഴിഞ്ഞം അന്നേ വലിയ പോർട്ടാണ്. അതാണ് അതിൻ്റെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കാന്തല്ലൂർ ശാല, ലോകപ്രശസ്തമായ സർവകലാശാലയായിരുന്നു കാന്തല്ലൂർ ശാല. ഇപ്പോഴത്തെ വലിയ ശാലയിലായിരുന്നു കാന്തല്ലൂർ ശാല ഉണ്ടായിരുന്നത്. കാന്തല്ലൂർ ശാലയിൽ പഠിച്ചിരുന്ന ഒരാളാണ് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണസിരാകേന്ദ്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം BC തുടങ്ങുന്നതാണ്. അപ്പോൾ അവിടെ തിരുവനന്തപുരത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ പഴയ ചരിത്രവും ആധുനിക ജീവിതവും ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്തിന് വലിയ സമഗ്രമായൊരു വികസനം കൊണ്ടുവരാൻ വളരെ ദീർഘവീക്ഷണമുള്ള, ചരിത്രബോധമുള്ള, അഴിമതിക്കാരനല്ലാത്ത ഒരു മേയറെ ട്രിവാൻഡ്രത്തിന് ആവശ്യമാണ്. നമ്മുടെ മേയർമാരിൽ അഴിമതിയുടെ കറ പുരളാത്ത മേയർമാർ വളരെ വളരെ അപൂർവമാണ്. ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയേ ഉള്ളൂ. സാർ, ഏത് കോർപ്പറേഷൻ എടുത്ത് നോക്കൂ, 5 കൊല്ലം ഭരിക്കുക, കിട്ടാതെ നമുക്ക് മോട്ടിച്ചുകൊണ്ട് പോവുക, അല്ല വേറെ പരിപാടിയുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ പാരമ്പര്യം അത് തന്നെയാണല്ലോ. അത് തന്നെ കഴിഞ്ഞ 40 കൊല്ലം നടത്തി ഈ നഗരസഭയെ മുടിച്ചവരാണ് ഇപ്പം VV രാജേഷിനെ ചൂണ്ടിക്കൊണ്ട് പിന്നെ ഒരു വിരൽ ഓങ്ങുമ്പോൾ 4 വിരലുകൾ അവർക്ക് നേരെ എതിരെയാണെന്ന് VD സതീശൻ പറഞ്ഞ പോലെ ഇവരെല്ലാം രാജേഷിനെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ രാജേഷിൻ്റെ മുന്നിലുള്ള ഒരു സാധ്യത, VD സതീശൻ്റെ മുന്നിലുള്ള ഒരു സാധ്യത രാജേഷിൻ്റെ മുന്നിലുണ്ട്. ശബരിനാഥൻ പിന്നെ നിഷ്പ്രഭനായിപ്പോയി. ഇനി ശബരിനാഥൻ്റെ സ്പേസ് ട്രിവാൻഡ്രത്ത് കാര്യമായിട്ട് കിട്ടാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് നല്ലൊരു നേതാവ് ഇല്ലാതായി തീർന്നു. CPM പണ്ടേ നേതാവില്ല. അവർക്കൊരു മേയറെ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നത് കൊണ്ട് പിടിച്ചു നിന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു CPM-നുണ്ടായിരുന്നത്. പിന്നെ CPM-നെ തിരുവനന്തപുരം സിറ്റിയിലെ ഭാവി നേതാക്കന്മാരെക്കുറിച്ച് നോക്കുമ്പോൾ ആരാ ഇവിടെ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്? ഒരു കാലഘട്ടത്തിൽ ശിവൻകുട്ടിയെ കൊണ്ടുവന്നു. പിന്നെ അവസാനം വന്ന ഈ VK പ്രകാശ് അല്ലേ, പ്രശാന്ത്. അപ്പോൾ VK പ്രശാന്ത് പോലും ട്രിവാൻഡ്രത്തുകാരുടെ പിന്നെ മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനൊന്നും ഒരു തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസനത്തിനൊരു രൂപരേഖ വെക്കാൻ പ്രശാന്തിനും കഴിഞ്ഞില്ല. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ പേരുടെ കയ്യടി നേടി. പ്രശാന്തിന്റെ തുടക്കം നല്ലതായിരുന്നു സാറേ. പക്ഷെ പിന്നീട് MLA ആയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം മാറി. ഇപ്പം അത് പലതും പിന്നീട് അദ്ദേഹം കാണിച്ചത് പ്രഹസനമായി പോയി എന്ന് പലർക്കും അധിക്ഷേപമുണ്ട്. എനിക്ക് നേരിട്ടറിയാം പ്രശാന്ത് മേയറായിരുന്നപ്പോൾ ഒരു ദിവസം തെറ്റില്ലാതെ ജനങ്ങളെ, ഇപ്പോൾ രാജേഷ് ചെയ്യുന്നത് പോലെ ഏതാണ്ടൊക്കെ ജനങ്ങളുമായിട്ടും അതുപോലെ തന്നെ നഗരസഭയിലെ മറ്റ് കൗൺസിലർമാരുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ നഗരസഭ മൊത്തം ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്ന ഒരാളാണ്. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് മേയറായി കഴിഞ്ഞപ്പോൾ മേയറിൽ പിന്നെ ഒരു തവണയും കൂടെ 2ാം ഊഴം കിട്ടി. മേയറും കൂടെ ഇപ്പോൾ ആദ്യത്തെ പകുതി ശകലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 19 മുതൽ 21 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് 21 മുതൽ വീണ്ടും ഒരു ഒരു MLA സ്ഥാനം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശാന്തിൻ്റെ രൂപവും ഭാവവും മാറി എന്നുള്ളതാണ് പൊതുവെ വട്ടിയൂർക്കാവ് ഉള്ള നിവാസികൾ തന്നെ പറയുന്നത്. പലതും തിരുവനന്തപുരത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉഡായിപ്പ് പദ്ധതികളായിപ്പോയി എന്നാണ് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് മേയർ ചന്ദ്ര നല്ല ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കാര്യങ്ങൾ CPM-ൻ്റെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കർശനമായ പാർട്ടി നിയന്ത്രണമാണ്. പിണറായി വിജയന് പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം പിണറായി വിജയൻ്റെ 2 പോക്കറ്റിലായപ്പോൾ പിണറായി വിജയന് 10 കൊല്ലം വലിയ തടസ്സമില്ലായിരുന്നു. ഇവിടെ നല്ല മേയറെ കിട്ടിയാൽ പോലും CPM-ൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോഴേ അവർക്ക് പ്രവർത്തന പരിമിതിയുണ്ട്.
ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ പിന്നെ പ്രൊഫസർ ചന്ദ്രൻ നല്ല മേയറായിട്ട് വന്ന ആളാണ്. വി കെ പ്രശാന്തും മോശമൊന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇവർക്കാർക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു സമഗ്ര വികസനത്തെക്കുറിച്ച് ആ പാർട്ടിയുടെ കുഴപ്പമാണ്. ഈ സാറ് പറഞ്ഞ പ്രൊഫസർ ചന്ദ്ര, ഞാൻ ഈ പേര് പറയുന്നില്ല, പ്രൊഫസർ ചന്ദ്ര അടക്കം 2 വനിതാ മേയർമാർ എന്നോട് പറയുകയാണ്, എനിക്ക് ജയിലിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സജീവ രാഷ്ട്രീയം അവസാനിക്കുക, പാർട്ടി ജില്ലാ കമ്മിറ്റി പറയുന്ന കരികിടകൾ ചെയ്യാനായിട്ടാണ് തിരുവനന്തപുരത്തെ മേയർ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ആര്യ രാജേന്ദ്രൻ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അത് മറ്റുള്ളവർ ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് പ്രൊഫസറിൽ നിന്ന് ആര്യയിലേക്കുള്ള അധപ്പതനം മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായത് എന്നുള്ളതാണ്. നല്ല മേയർമാർ വന്നതാണ്. ആ നല്ല മേയർമാരെ ഒതുക്കിയിട്ട് പ്രശാന്ത് വരെ തിരക്കിടില്ലാത്ത മേയർമാരായിരുന്നു. പക്ഷേ കളിപ്പാവയായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു മേയറെ കൊണ്ടുവന്ന് അവർ തിരുവനന്തപുരം നഗരസഭയുടെ സ്റ്റാറ്റസും കളഞ്ഞു, പാർട്ടിയുടെ സ്റ്റാറ്റസും കളഞ്ഞു. മേയർ എന്നുള്ള പദവിയിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്റ്റാറ്റസും നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ രാജേഷിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വലിയ പദ്ധതികൾ പറഞ്ഞാൽ മാത്രം പോരാ. കഴിഞ്ഞ 40 കൊല്ലം തിരുവനന്തപുരത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും വലിയ എതിർപ്പ് വന്നതെന്നാണ് രാജേഷ് പറയുന്നത്. അല്ല, അത് വന്നോട്ടെ. അത് CPM-ന്റെ വലിയ ഇടതുപക്ഷത്തിന്റെ എതിർപ്പാണ്. അതിനെ ജനകീയ പിന്തുണയോടെ മറികടക്കാവുന്ന കാര്യമല്ലോ. കർമ്മടക്ക് എന്താണ് സാറേ? ഇപ്പൊ തന്നെ മറികടന്നു സാറേ. ഇപ്പൊ തന്നെ പന്തൽ ഊരി കഴിഞ്ഞു. ഇപ്പോ ആർ സുഗതനെ രാജിവെപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് കെട്ടിയ പന്തലുണ്ടല്ലോ, ആ പന്തല് ഹൈക്കോടതി നിർദ്ദേശിച്ച, അതായത് ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് കണ്ട് ഞങ്ങൾ ആ പന്തൽ ഊരിക്കൊണ്ട് ഓടുന്നെന്ന്. ഹൈക്കോടതി അതല്ല പറഞ്ഞത്. ഒരു ജനപ്രതിനിധിയുടെ അവകാശം, അവിടുത്തെ ജനങ്ങളുടെ ജനസമ്മതി അല്ലെങ്കിൽ ജനങ്ങളുടെ വിധി, അതിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ തയ്യാറില്ലെന്നാണ്. അത് കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇനിയും സുഗതന് ജനപ്രതിനിധിയിൽ നിന്നുള്ള പല പ്രവർത്തനങ്ങളും നടത്താൻ ഞങ്ങൾ ചിലപ്പോൾ അനുമതി കൊടുത്തേക്കുമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു സ്റ്റെപ്പ്. സാറേ, അത് കണ്ടിട്ട് ഒരു പന്തൽ ഒഴിച്ചു. ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ MP-മാരുണ്ട്, MLA-മാരുണ്ട്. അവരൊക്കെ പിന്നെ സഭകളിൽ എത്തിയിട്ടുണ്ട്, വോട്ടും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ഇവരൊക്കെയാണ് ഈ പറയുന്നതിന്റെ കാര്യം. അതുകൊണ്ടൊന്നും പറ്റില്ല. പിന്നെ അനിരുദ്ധൻ എന്ന് പറഞ്ഞൊരു നേതാവ് ജയിലിൽ കിടന്നാണ് ജയിച്ചത് ആറ്റിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, രാജേഷ് ചെയ്യേണ്ട ഒരു കാര്യം, അദ്ദേഹം നന്നായിട്ട് ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒരു ക്ലീൻ സ്ലേറ്റ് തുടങ്ങണം. ഈ കോർപ്പറേഷനെ ഈ അധപതനത്തിൽ എത്തിച്ചത് ആരൊക്കെയാണ്? കന്യമേറ മാർക്കറ്റ് ആരുടെ വരുമാന മാർഗമായിരുന്നു? കോർപ്പറേഷൻ്റെ അല്ല. കോർപ്പറേഷൻ്റെ ടൗൺ ഹാളുകൾ ആരുടെ വരുമാനമായിരുന്നു? ഇതൊന്നും ജനങ്ങളറിയാത്ത കാര്യങ്ങളാണ്. ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയിട്ട് വേണം രാജേഷ് പ്രവർത്തിക്കാൻ തുടങ്ങാൻ. എങ്കിൽ തീർച്ചയായിട്ടും 2047 വരെ രാജേഷിന് അല്ലെങ്കിൽ BJPക്ക് ഇവിടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് പറ്റുന്ന ഒരു ധീരനായ മേയറായിട്ട് തന്നെയാണ് രാജേഷ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സാർ. അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.